നഷ്ടം തന്നെയാണെന്നറിയാം. ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ആൾ ഈ സാധാരണപ്പെട്ട ജോലിയാണെന്നറിയാം, പോയി വരാറുണ്ട്, എന്നും പ്രതീക്ഷയോടെ വൈകിട്ട് വരുന്ന ആളായിരുന്നല്ലോ. അങ്ങനെയാണ്, എന്നും അങ്ങനെ തന്നെയാണ്. പോയിട്ട് രാവിലെ പോയിട്ട് ജോലിയും കഴിഞ്ഞ് വൈകിട്ട് വരും. ആൾക്ക് നീന്തലൊക്കെ നീന്തലറിയാം. ഇപ്പോൾ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നീന്തി കയറി പോരുമായിരുന്നു. അവന് ആറ്റുവെള്ളത്തിൽ അവൻ നീന്തലൊക്കെ ചെയ്യും. എത്ര അടി ഒഴുക്കായാലും അവൻ നേരെ പോയിട്ട് സൈഡ് തിരിഞ്ഞ് കയറിപ്പോരും. അവനറിയാം. പക്ഷേ ഇത് വേസ്റ്റിൻ്റെ അകത്തായതുകൊണ്ട് അവൻ അകപ്പെട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവനൊരു ദോഷവും വരില്ലായിരുന്നു. ആറ്റിൽ വെള്ളം കയറുമ്പോൾ ആ കര കവിഞ്ഞു പോവും. അവൻ ചാടി തേങ്ങയൊക്കെ പറക്കിയൊക്കെ കൊണ്ടുവരും. നീന്ത് നല്ല ചാക്ക് കണക്കിൽ പറക്കും വെള്ളത്തിൽ നിന്ന്, ആറ്റുവെള്ളത്തിൽ നിന്ന്. അത്രയ്ക്കും അവന് നീന്തലറിയായിരുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞില്ല. കോർപ്പറേഷനെയൊക്കെയാണ് കൂടുതലായിട്ടും കുറ്റപ്പെടുത്തുന്നത് ഈ വിഷയത്തിൽ. അവരുടെ ജാഗ്രത കുറവുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പം അദ്ദേഹമാണ് ജീവിതത്തിൻ്റെ വീട്ടിലൊരു വരുമാന മാർഗം, അതടയുകയാണ്. എന്തൊരു വല്ലുണ്ടൊന്നുമില്ല, കിടക്കാൻ വീട് പോലും ഇല്ല. അവളെ വസ്തുവിലാണ് അത്രയും വെച്ച് കിട്ടിക്കിടക്കണം. ഇപ്പോൾ ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച തന്നെയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു സഹായം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അമ്മയ്ക്ക് കൊടുത്താൽ സഹായമാണ്. വഴിയില്ല. വീടുണ്ടെങ്കിലും അത് തകർന്നു പോകുന്ന രീതിയിലിരിക്കുക. അമ്മയ്ക്ക് കയറി കിടക്കാൻ ഒരു വീടും ഈ വഴിയും ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ അമ്മയ്ക്ക് ജീവിക്കാനായിട്ട് അമ്മയെ സംരക്ഷിക്കുക. ഫോണില്ല അവൻ്റെ കയ്യിൽ, ഫോണില്ല. അവന് നമ്പർ അറിയാം, എൻ്റെ നമ്പരും മൂത്ത മകൻ്റെ നമ്പരും അവന് കാണാതെ അറിയാം. എവിടെ നിന്നാലും അവൻ വിളിച്ചിട്ട് അവൻ ബൈക്ക് ഒന്ന് വിളിച്ചു കൊണ്ടുവരും. അങ്ങനെയാണ്. പോയില്ലെങ്കിൽ അവൻ ആട്ട പിടിച്ച് വീട്ടിൽ വരും. അതെ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചെന്നൊന്നും തോന്നിയില്ല. എന്തെങ്കിലും പരിക്ക് പറ്റി ഏതെങ്കിലും ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ടാകും എന്നാ ഞങ്ങൾ ചിന്തിച്ചത്. അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെട്ട് വരുമെന്ന് വിചാരിച്ചു. നീന്തൽ അറിയാമെന്നുള്ളതുകൊണ്ട് 99% ഞങ്ങൾ വിചാരിച്ചു ജീവനോടെ ഏതെങ്കിലും ഒരു വശത്ത് കാണുന്നത്. ഞങ്ങൾ ഇന്നലെയൊക്കെ ഇവിടെ വീട്ടിൽ ഇവിടെ നിന്നങ്ങോട്ട് മേളിലോട്ട് നോക്കി വന്നിട്ടുണ്ടോ, ഏതെങ്കിലും വഴി കയറി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തെറ്റിപ്പോയി. ജനങ്ങൾ അറിയണം, ഇങ്ങനെ ഇനിയൊരു മനുഷ്യർക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാകരുത്. നമ്മൾ വലിച്ചെറിയണ മാലിന്യം മറ്റൊരു ആളിന് നഷ്ടമായി തീരരുത്.